ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അരിയുണ്ടയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അരി വേണം, ശർക്കര, അച്ചാണെങ്കിലും പൊടിയാണെങ്കിലും എടുക്കാം കേട്ടോ, ചെറുപഴം, തേങ്ങ ചിരകിയത്. എത്ര കൂടുതൽ എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടി വരുന്നതാണ്. ഇനി അരി വറുത്തെടുക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കി അരി വറുത്തത് പൊടിച്ചെടുക്കാം. അതിലേക്ക് പൊടിക്കുന്ന സമയത്ത് 2-3 ഏലക്കായി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അടുപ്പത്തൊരു ഫ്രൈ പാൻ വെച്ച് ഇച്ചിരി നെയ്യ് ഒഴിച്ച് അതിൽ നമ്മൾ ചെറുപഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വറുത്തെടുക്കുക. അത് അരിയുണ്ടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി പൊടിച്ചെടുത്ത അരിയിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പായുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയമല്ലേ, ഓരോ ദിവസവും വെറൈറ്റി ഉണ്ടാക്കി കൊടുത്താലല്ലേ അവർ കഴിക്കും. ഒരു ദിവസം ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ഇഷ്ടാനുസരണം ഏത് വലുപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അരിയുണ്ട തയ്യാറായി.